നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പനിക്കൂർക്ക വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യാൻ പോണത്. ഈ റെസിപ്പിക്കായിട്ട് 10 പനിക്കൂർക്കയില എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 2 അല്ലി വെളുത്തുള്ളിയാണ്. അതുപോലെ തന്നെ 10 ചെറിയുള്ളിയും വേണം. ഇത് രണ്ടും തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായി വന്നപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യിലാണ് നമ്മൾ ഈ റെസിപ്പി ചെയ്തെടുക്കുന്നത്. നെയ്യിൽ ചെയ്യുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നെയ്യ് ചൂടായി വന്നപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് കടലപ്പരിപ്പാണ്. കടലപ്പരിപ്പും 1 ടേബിൾ സ്പൂൺ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും നെയ്യിൽ കിടന്നിട്ട് ഒന്ന് റോസ്റ്റായി വരണം. ഈ കടലപ്പരിപ്പിൻ്റെയും ഉഴുന്നിൻ്റെയും കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ഇത് നെയ്യിൽ കിടന്നിട്ട് മൂത്ത് വരുമ്പോൾ നല്ലൊരു മണമൊക്കെ വരും. ആ സമയത്ത് വേണം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. 1 മിനിറ്റൊക്കെ മതിയാവും ഇത് റോസ്റ്റായി കിട്ടാനായിട്ട്. ഇപ്പോൾ ഇത് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളറൊന്നും മാറിയിട്ടില്ല. നല്ല മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് വെളുത്തുള്ളിയും ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കണം. അത് രണ്ടും ചേർത്ത് ഒന്ന് വാടി കിട്ടുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ചെറിയുള്ളി മുറിച്ചിട്ടല്ല ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ വലിയ ഉള്ളിയൊക്കെ ആണെങ്കിൽ രണ്ടായിട്ടൊന്ന് മുറിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ചെറിയുള്ളി വഴന്ന് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് വാടി കിട്ടിയാൽ മതിയാവും. ചെറിയുള്ളി ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചെറിയുള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഈ സമയത്ത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച പനിക്കൂർക്ക ഇലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പനിക്കൂർക്ക ഇലയും ചേർത്ത് കൊടുത്തിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. പനിക്കൂർക്ക ഇലയെല്ലാം ഒന്ന് വാടി കിട്ടണം. ഇത്രയും മതിയാവും. പനിക്കൂർക്ക ഇലയെല്ലാം വാടി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ചൂടാറാനായിട്ട് വെക്കാം. ഇപ്പോൾ ഇത് ചൂടാറി വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് എന്ന് പറഞ്ഞാൽ 8 ടേബിൾ സ്പൂൺ തേങ്ങയാണ് ചേർത്ത് കൊടുത്തത്. ഇനി അതിലോട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത്രയും വലിപ്പത്തിലുള്ള ഒരു ഇഞ്ചി അത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് പച്ചമുളകാണ്. ഞാനിവിടെ 2 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല എരിവ് ആവശ്യമുള്ളവർക്ക് 3ഓ 4ഓ പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ വഴറ്റി ചൂടാറാനായിട്ട് മാറ്റി വെച്ച ആ മിക്സ് ഉണ്ടല്ലോ അത് ഈ തേങ്ങയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ്. അധികം പുളിയില്ലാത്ത തൈര് വേണം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് 1/4 കപ്പ് തൈര് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. ഇതിനകത്ത് ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല. വെള്ളം ചേർക്കാതെയാണ് ഇത് അരച്ചെടുക്കേണ്ടത്. ഇപ്പോൾ ഇത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടൊന്നുമല്ല അരഞ്ഞു കിട്ടിയേക്കുന്നത്. തരിതരിപ്പോട് കൂടിയാണ് അരഞ്ഞു കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത ആ കടലപ്പരിപ്പും ഉഴുന്നൊക്കെ ഇടയ്ക്ക് കടിക്കാനായിട്ട് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വീണ്ടും ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വന്നപ്പോൾ അതിലേക്ക് 1ഓ 2ഓ ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തത്. അതിലോട്ട് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തു. കടുക് പൊട്ടി വന്നപ്പോൾ 2 വറ്റൽമുളക് രണ്ടായിട്ട് മുറിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 3ഓ 4ഓ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കണം. ചെറിയ ഉള്ളിക്ക് ഒരു ബ്രൗൺ കളറായി കിട്ടുന്ന വരെ വേണം വഴറ്റിയെടുക്കാനായിട്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ അരച്ചു വെച്ച ചമ്മന്തിയിലോട്ട് ചേർത്ത് കൊടുക്കണം. ചമ്മന്തി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഡ്ലിക്കും ദോശയ്ക്കും നല്ല ചൂടൻ ചോറിൻ്റെയും ചൂടൻ കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള പനിക്കൂർക്ക ചമ്മന്തി. ഗോതമ്പ് ദോശയും ഈ ചമ്മന്തിയും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക്സ് അറിയിക്കണം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്